ആര് വന്നാലും ഭയന്ന് പിന്മാറാൻ ഒരുക്കമല്ല. പറയേണ്ട സത്യം ഉറക്ക വിളിച്ചു പറയും, അത് എത്ര അപ്രിയമാണെങ്കിലും. രണ്ടും കൽപ്പിച്ചാണ് PC ജോർജ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനിയൊരു പിന്മാറ്റമില്ല. എന്താണ് SDPIയോട് PC ജോർജിന് ഇത്ര വിരോധം? എന്തുകൊണ്ടാണ് PC ജോർജ് ഇത്ര ശക്തമായി അവരെ നേരിടാൻ, രാഷ്ട്രീയമായും അല്ലാതെയും നേരിടാൻ രംഗത്ത് വന്നിരിക്കുന്നത്? PC ജോർജ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പറയുന്നത്. ഈ മുമ്പും സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചിലരെന്ന് പറഞ്ഞാൽ SDPIക്കാർ നോട്ടമിട്ടിരിക്കുകയായിരുന്നു PC ജോർജിനെ. അതുകൊണ്ടാണ് ഈ ചില കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട്, അതായത് മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് അല്ലേ, അവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഒരു ചാനലിലിരുന്ന് പറഞ്ഞ കാര്യമാണ് PCയെ വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയെന്നുള്ള പേരിൽ പിടിച്ച് കേസിൽ പ്രതിയാക്കി. എന്നിട്ട് നമുക്കറിയാം അതിന് ജാമ്യം ആദ്യം കിട്ടുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് കോടതിയിൽ കീഴടങ്ങേണ്ടി വന്ന് അദ്ദേഹത്തിനെ പിന്നീട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കഴിഞ്ഞ് അവിടെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. അപ്പോൾ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. ജയിലിൽ കിടക്കണമെന്നായിരുന്നു പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ SDPIയും അതുപോലുള്ളവരുടെയും ഒക്കെ തന്നെ ആഗ്രഹം. അത് നടന്നില്ല. മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമാണ് PCക്കെതിരെ കേസ് കൊടുത്തത്. യൂത്ത് ലീഗ്. അവര് ഇത് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ PC പറഞ്ഞതിനേക്കാൾ തീവ്രമായ തരത്തിൽ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നവരൊക്കെ ഉണ്ട്. PC തൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ, ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് നല്ല ആൾക്കാരില്ലേ, അതിനെ പൊതുവെ അങ്ങ് ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമുദായമാണ്. അതിനകത്ത് തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ട്. അതാണല്ലോ ഈ SDPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി അല്ലേ, ഇവർക്കൊക്കെ ഈ വർഗീയ സ്വഭാവം. ഇവരെല്ലാം കുഴപ്പക്കാരാണെന്ന് പറയുന്നതും പിണറായി വിജയനെ പോലെയുള്ളവരാണ്. പിണറായി വിജയനും പറഞ്ഞിട്ടില്ലേ വയനാട്ടിൽ ചെന്ന് പറഞ്ഞത്, ഇവരുടെയൊക്കെ സ്വഭാവമാണ് മുസ്ലിം ലീഗ് ഇവരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. PC ജോർജ് പറയുന്നത് ഒരു നാട്യങ്ങളുമില്ലാതെ അങ്ങ് പറയും, സത്യസന്ധമായിട്ട് അങ്ങ് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അത് അച്ചടി ഭാഷയിലെ അടുക്കും ചിട്ടയോടും കൂടി എടുത്തു വെച്ച് നിരത്തുകയാണ് ചെയ്യുന്നത്. ഇത് സ്വതസിദ്ധമായ ഭാഷയിൽ ആ ശൈലിയിൽ തൻ്റെതായ രീതിയിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനൊരു ഒരു ഒറിജിനാലിറ്റി വരികയാണ്. അത് കൊള്ളേണ്ടവൻ്റെ അടുക്കൽ കൊള്ളുകയും ചെയ്യും. അങ്ങനെ കൊണ്ടതാണ് ഇവർക്കിപ്പോൾ എന്ത് പറ്റിയിരിക്കുന്നത്. ഈ എങ്ങനെയെങ്കിലും PCയെ ഒന്ന് പൂട്ടണമെന്ന് കരുതിയത്. പക്ഷേ ഒരു ദിവസം പോലും അഴിയെണ്ണിയില്ല. അതാണ് SDPIയെ പ്രകോപിപ്പിച്ചത്. അവർക്ക് പ്രകോപനം കൂടി നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് PC സുഖമായിട്ട് പുറത്തിറങ്ങുകയും ചെയ്തു. അവരുടെ നേതാവ്, ദേശീയ നേതാവ് അഴിക്കുള്ളിലാകുകയും ചെയ്തു. അതിനിടയ്ക്കാണ് ഇവരുടെ ഒരു നേതാവുണ്ടല്ലോ, MK ഫൈസിയെ അറസ്റ്റ് ചെയ്തു. ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തു. ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട ഇടങ്ങളും റെയ്ഡ് നടക്കുകയും ചെയ്തു. ഇപ്പോഴും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും കാര്യങ്ങളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വകഭേദമാണ് SDPI എന്ന് കൃത്യമായി തെളിഞ്ഞു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ SDPIക്കാരുടെ വേട്ടയാടൽ PC ജോർജിൻ്റെ നേരെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ PC ജോർജ് പുറത്തിറങ്ങി. അദ്ദേഹം 1-2-3 ഇടങ്ങളിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇതിനിടയ്ക്കാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് കുറച്ച് സ്ഫോടക വസ്തുക്കൾ പിടിച്ചത്. 41 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചത്. പത്രത്തിലൊക്കെ ഒരു ചെറിയ വാർത്തയായി. ഇതിനകത്ത് PC ജോർജ് ഇടപെട്ടു. PC ജോർജ് പറഞ്ഞു, ആരെയും ഒരു പാർട്ടിയെയോ ഒരു സംഘടനയോ ഒന്നും പേരെടുത്ത് പറയാതെ അദ്ദേഹം പറഞ്ഞു, കേരളം മുഴുവൻ കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കളാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് എനിക്കറിയാം, ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതും എനിക്കറിയാമെന്ന് PC ജോർജ് വെട്ടി തുറന്ന് പറഞ്ഞു. ഇതും
ഇവർക്ക് SDPIക്കാർക്ക് കൊണ്ടു. അതിനോടൊപ്പം തന്നെ മീനച്ചിൽ താലൂക്കിലെ 400 പെൺകുട്ടികൾ, ക്രൈസ്തവ വിഭാഗത്തിലുള്ള നമ്മുടെ പെൺകുട്ടികൾ ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ള പെൺകുട്ടികളെ 24 വയസ്സിനുള്ളിൽ വിവാഹം ചെയ്ത് അയക്കണം. ലവ് ജിഹാദിനെ പറ്റി അതിശക്തമായിട്ട്, അത് 400 എന്നുള്ളത് കൃത്യമായ, അദ്ദേഹം പിന്നീടും പറഞ്ഞു, ഞാനിത് കൃത്യമായ പഠനം നടത്തിയതിന് ശേഷമാണ്, അല്ലാതെ ചുമ്മാ വായി തോന്നിയ ഒരു സംഖ്യ അങ്ങ് വിളിച്ചു പറയുകയല്ല എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം എന്ത് പറ്റി? SDPIക്കാരുടെ പക PC ജോർജിനോട് കൂട്ടിക്കൂട്ടി വരികയാണ് ചെയ്യുന്നത്. PCയെ എങ്ങനെയെങ്കിലും തീർക്കുക എന്നാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത്. PCയെ ഇരു മുന്നണികളും, ഇപ്പൊ ഫൈസിയെ അറസ്റ്റ് ചെയ്തതിലെ ഒറ്റ മുന്നണികൾ പോലും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. അത് SDPIക്കാർക്ക് നന്നായിട്ടറിയാം. ഈ മുന്നണികളെയൊക്കെ മാറി മാറി സഹായിച്ചിട്ടുള്ളവരാണ് SDPI. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വരെയും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിലെ മുഴുവൻ പേരും ഇതിനകത്തോട്ട് ചേക്കേറി ആ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ സ്വഭാവം തന്നെയാണ് ഇവർ വെച്ചു പുലർത്തുന്നത്. അപ്പോൾ ഇവര് എന്നിട്ട് പറയുന്നത് SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഉള്ളതാണെന്നാണ്. ഇവർക്ക് കിട്ടിയിട്ടുള്ളത് കോടിക്കണക്കിനാണ് ഇങ്ങോട്ടേക്ക് വിദേശ ഫണ്ടും കണക്കുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പണമായിട്ട് കിട്ടുന്നത് അത് വേറൊരു വലിയ എമൗണ്ട് അങ്ങനെയും ഉണ്ട്, ചാരിറ്റിയുടെ പേരിൽ കിട്ടുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ PC ജോർജ് ഈ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം കോടതിയിൽ കീഴടങ്ങി. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോയി അവിടെ നിന്ന് ജാമ്യം ആ സമയത്ത് കിട്ടുന്നു. തിരികെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ 2-3 പ്രസ്താവനകൾ, അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു 41 വയസ്സുള്ള ഒരു മധ്യവയസ്കനോടൊപ്പം 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ഉൾവനത്തിലേക്ക് പോവുകയും അവിടെ പിന്നീട് തൂങ്ങി നിൽക്കുന്നതുമായ കാര്യങ്ങളാണ് കണ്ടത്. ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഉയർത്തുന്നത് വലിയ പ്രശ്നമാണ്, വലിയ വെല്ലുവിളികളാണ് എന്ന് PC ജോർജ് ഉറക്കെ പറയുകയാണ്. ഇത് മാധ്യമങ്ങളൊന്നും തന്നെ വേണ്ട തരത്തിൽ കണ്ടിട്ടില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ ഈ 41 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ തന്നെ, അതും ഈരാറ്റുപേട്ടയിൽ നിന്ന്, ഈരാറ്റുപേട്ട എന്നൊക്കെ പറയുന്നത് PC-യുടെ നാടിനടുക്ക തന്നെയാണ്. പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട പ്രദേശങ്ങൾ, ഇവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ ഈ SDPIക്കൊക്കെ മുൻതൂക്കമുള്ള ഇടമാണ്. SDPIക്കാരും മറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും കൂടിയാണല്ലോ PC ജോർജിനെ 2021 തോൽപ്പിച്ചത്. 2016 അവർ നെഞ്ചേറ്റി കൊണ്ട് നടന്നവരാണ്. ആ PC-യോടാണ് പിന്നീട് PCക്ക് കാര്യം മനസ്സിലായി. ഇവരോട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് 2047. അതിനുവേണ്ടി വിദേശത്ത് നിന്ന് പണം വരെ ഇറങ്ങുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അതിനെയാണ് PC ചോദ്യം ചെയ്തത്. PC നിൽക്കുന്നത് ഇപ്പോൾ BJPയിലാണ്. അതാണ് മറ്റ് മുന്നണികളെ ചൊടിപ്പിക്കുന്ന കാര്യം. അതിനുവേണ്ടി ആ മറ്റു മുന്നണികളെ ചൊടിപ്പിക്കുമ്പോൾ അവരെ SDPIക്കാരെ കൊണ്ട് PCയെ വേട്ടയാടിക്കുകയുമാണ് ചെയ്യുന്നത്. PC ജോർജ് ഇതിന് അതിൻ്റെതായ രീതിയിൽ മറുപടി കൊടുക്കാൻ കഴിയുന്ന ആളും കൂടിയാണ്. കാരണം PCക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് തന്നെ മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ്. അത് കൃത്യമായ കണക്ക് വെച്ചിട്ട് അദ്ദേഹം പറയത്തുള്ളൂ. ഈ കേസിൽ അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം നടത്തിയ പ്രസംഗങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒന്നും പേര് പറയാതെ, എന്നാൽ കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ പച്ചയ്ക്ക് ലളിതമായിട്ട് പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ ഇനി ഒരു മതസ്പർദ്ധ കേസ് ഉണ്ടാക്കാനുള്ള വകുപ്പ് ഇവരുടെ കയ്യിലില്ല. ഇവരിനി എത്രയൊക്കെ പരാതിപ്പെട്ടാലും അദ്ദേഹത്തിനെതിരെ അങ്ങനൊരു കേസെടുക്കാൻ ഇനി സാധിക്കില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇവിടെ ഈ പറഞ്ഞത് വല്ല മതസ്പർദ്ധയുള്ള ഒരു കാര്യവുമല്ല. അതായത് 41 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി, കത്തിയേരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടികളെ കാണാതായ, അതെ, ലവ് ജിഹാദ്, ആത്മഹത്യയുടെ കാര്യം, ലവ് ജിഹാദ്,
ഇതൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം ഈ ലൗകികാത വിഷയം പറഞ്ഞത് പാലായിൽ പ്രസംഗിക്കുമ്പോഴാണ്. അതെ, അത് അവിടുത്തെ ക്രൈസ്തവ സമൂഹം മുഴുവൻ വളരെ ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നത്. അല്ലാതെ മുമ്പും നമ്മുടെ പാലാ ബിഷപ്പ് അടക്കമുള്ളവർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ ഇത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം മുമ്പ് പല ആവർത്തി പറഞ്ഞതാണ്. അപ്പോൾ PCയെ ഈ SDPIക്കാർ PCയെ കൊണ്ടേ പോകൂ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അതോ തിരിച്ചായിരിക്കുമോ സംഭവിക്കുക? PC അവരെയും കൊണ്ട് പോകുമോ എന്നുള്ളതാണ്. കാരണം PCയോട് കളിച്ചാൽ അത്ര എളുപ്പമല്ല ജയിക്കാൻ.